الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. വിശ്വാസകാര്യങ്ങളും അതുപോലെ കർമ്മങ്ങളും ഒരുമിച്ച് ചേർന്നതാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. അതിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതുപോലെ പ്രവർത്തനത്തിൽ കൊണ്ടുവരേണ്ട കർമ്മങ്ങളുമുണ്ട്. പണ്ഡിതന്മാർ ഇതിനെ ഉസൂൽ എന്നും ഫുറൂ എന്നും സൂചിപ്പിക്കാറുണ്ട്. അപ്രകാരം ഉസൂലുകളും ഫുറൂകളും അഖീദയും അതുപോലെ പ്രവർത്തനങ്ങളും അമലിയാത്തുകളും ഒരുമിച്ച് ചേർന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം ദീനിൽ ഈ അഖീദയിൽ അതിലുള്ള പ്രശ്നങ്ങൾ, അതിൽ അബദ്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അത് പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്നതിനേക്കാൾ, കർമ്മങ്ങളിൽ പിഴവുകൾ സംഭവിക്കുന്നതിനേക്കാൾ ഗുരുതരമാണ്, അപകടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അഖീദയെക്കുറിച്ച്, വിശ്വാസകാര്യങ്ങളെക്കുറിച്ച് നാം ഇടയ്ക്കിടെ പഠിച്ചുകൊണ്ടേയിരിക്കണം. നമുക്കറിയുന്നതല്ലേ ഇനി അത് ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന സംശയം നമ്മിൽ കടന്നു വരാൻ പാടില്ല. കാരണം ഒരു 10 കൊല്ലം മുമ്പ് നാമൊക്കെ കരുതിയതുപോലെ നമ്മളെല്ലാവരും അംഗീകരിച്ചിരുന്ന കാര്യമായിരുന്നു അള്ളാഹുവാണ് മുദബ്ബിർ, അള്ളാഹുവാണ് ഖാലിഖ്. ഇതൊന്നും ആരും മാറ്റിപ്പറയില്ല എന്നായിരുന്നു നമ്മളൊക്കെ ധരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ചില ആളുകൾ അവർ വന്നു പറയുന്നത് എന്താണ്? അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവരാണ് ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് തദ്ബീറുണ്ട്, അള്ളാഹുവാണ് ഞങ്ങളുടെ പടച്ചോൻ എന്നുവരെ ചില ആളുകൾ പാടിപ്പറയുകയുണ്ടായി. അപ്പോൾ 10 കൊല്ലം മുൻപുള്ള കാര്യമല്ല ഇപ്പോൾ, അതിനേക്കാൾ ഗൗരവമായി പിഴവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന തലമുറ അവർ എന്തൊക്കെ നേരിടേണ്ടി വരുമെന്ന് നാം കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതിനാൽ ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ അത് നാം പഠിച്ചുകൊണ്ടേയിരിക്കുക, ആവർത്തിച്ച് പഠിക്കുക. നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് അത് പകർന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുണ്ടാകുന്ന ശുബഹാത്തുകളിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ അതിൽ നിന്ന് രക്ഷ നേടാനാകും എന്നതാണ്. അതുകൊണ്ട് ഒരു മുസ്ലിം അവൻ ആദ്യമായി പഠിച്ചിരിക്കേണ്ടത് അവൻ്റെ വിശ്വാസകാര്യങ്ങളെക്കുറിച്ചാണ്. ആ വിശ്വാസം ശരിയാകുമ്പോഴാണ്, അത് നേരെയാകുമ്പോഴാണ് അവൻ്റെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ. ഒരു നല്ല വാക്കിനുള്ള ഒരു ഉദാഹരണം, അതിൻ്റെ ഉപമ അള്ളാഹു നൽകിയത് നീ കണ്ടില്ലേ? എന്താണ് കലിമത്തുൻ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, കലിമത്തു ഷഹാദ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉപമ അള്ളാഹു പറയുന്നത് എങ്ങനെയാണ്? കശജറത്തിൻ ത്വയ്യിബത്തിൻ, ഒരു നല്ല മരത്തെ പോലെയാണ് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. ആ മരത്തിൻ്റെ വേരുകൾ അത് ഭൂമിയിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്, ശക്തിയായി നിലകൊള്ളുകയാണ്. ആ മരത്തിൻ്റെ ശിഖരങ്ങൾ, അതിൻ്റെ കൊമ്പുകൾ അത് ഉയരത്തിലേക്ക് പന്തലിച്ച് നിൽക്കുകയാണ്. അതുപോലെയുള്ള ഒരു മരത്തോടാണ് അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഉപമിച്ചിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടതുണ്ട്. അങ്ങനെ ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങൾ, വാക്കുകൾ, അതാണ് അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകാര്യമാകുന്നത്. അതാണ് നല്ല പ്രവർത്തനങ്ങൾ, അത് മുഖേനയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ജമീഉൽ അഅ്മാലി ലാ തുഖ്ബലു ഇല്ലാ ബിത്തൗഹീദ്. തൗഹീദില്ലാതെ ഒരു സൽക്കർമ്മവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് തൗഹീദ് പഠിപ്പിക്കുക, വിശ്വാസകാര്യങ്ങൾ ജനങ്ങൾക്ക് വീണ്ടും വീണ്ടും പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അവരുടെ മാർഗമാണ്. എന്നാൽ പിഴച്ചുപോയ ഒട്ടനവധി കക്ഷികളുണ്ട്. അവർ ഈ വിശ്വാസകാര്യങ്ങൾ പഠിപ്പിക്കാറില്ല, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവർ വളരെ കുറവാണ്. അവർ പൊതുവെ ചർച്ച ചെയ്യാറുള്ളത് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ, സക്കാത്തിൻ്റെ ശ്രേഷ്ഠതകൾ, നോമ്പിൻ്റെ ശ്രേഷ്ഠതകൾ, അതുപോലെ കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ ശ്രേഷ്ഠതകൾ, ഇങ്ങനെ ധാരാളം ഫളായിലുകളെ കുറിച്ച് സംസാരിക്കുകയും അതിലേക്ക് മാത്രം ജനങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അത് ശരിയായ മാർഗമല്ല. വിശ്വാസകാര്യങ്ങൾ ശരിയാകാതെ ഈ പറയപ്പെട്ടതൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. നിന്റെ നമസ്കാരവും നിന്റെ നോമ്പും നീ നൽകുന്ന സദഖകളും ഇതെല്ലാം സ്വീകരിക്കണമെങ്കിൽ, അത് സൽക്കർമ്മമായി അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കണമെങ്കിൽ നിന്റെ വിശ്വാസം, നിന്റെ അഖീദ, നിന്റെ ഈമാൻ അത് ശരിയായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവർ റസൂലിനോട് ചോദിക്കുകയാണ്,
ഇബ്നു ജുദആൻ, അബ്ദുല്ലാഹി ഇബ്നു ജുദആനിനെ പറ്റി റസൂലിനോട് ചോദിക്കുകയാണ്. അദ്ദേഹം യസിലുർ റഹിം, കുടുംബബന്ധം ചേർത്തിരുന്ന വ്യക്തിയാണ്. വയുത്ഇമുൽ മിസ്കീൻ, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകിയിരുന്ന വ്യക്തിയാണ്. ഫഹൽ ദാക നാഫിഉഹു, അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം അത് നാളെ പരലോകത്ത് അദ്ദേഹത്തിന് ഉപകാരപ്പെടുമോ? അള്ളാഹു അദ്ദേഹത്തിന് അതിന് പ്രതിഫലം നൽകുമോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ലാ യൻഫഉഹു, അദ്ദേഹത്തിന് അത് ഉപകരിക്കുകയില്ല. കാരണം എന്താണ്? ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബിഗ്ഫിർ ലീ ഖതീഅതി യൗമദ്ദീൻ, അദ്ദേഹം ഒരു ദിവസം പോലും അള്ളാഹുവിനോട് തന്റെ പാപം പൊറുക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നില്ല. അഥവാ അദ്ദേഹം അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ അത് അവർക്ക് ഉപകാരപ്പെടുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ യമനിലേക്ക് അയക്കുകയാണ്. ഇസ്ലാമിന്റെ പ്രബോധനവുമായി യമനിലേക്ക് അയക്കുകയാണ്. അദ്ദേഹത്തിന് വസിയ്യത്ത് നൽകുന്നു, ഫലിയകുൻ അവ്വല മാ തദ്ഉഹും ഇലാ അൻ യുവഹിദുല്ലാഹ്, നീ ജനങ്ങളെ ആദ്യമായി ക്ഷണിക്കേണ്ടത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്, അല്ലാഹുവെ മാത്രം ഏകനാക്കുക എന്ന തൗഹീദിലേക്കാണ് നീ അവരെ ആദ്യമായി ക്ഷണിക്കേണ്ടത്. ഫഇദാ അറഫൂ ദാലിക, അവരത് മനസ്സിലാക്കിയാൽ, അവരത് പഠിച്ചാൽ, അവരത് ഉൾക്കൊണ്ടാൽ, ഫഅഖ്ബിറുഹും അന്നല്ലാഹ ഫറദ അലൈഹിം ഖംസ സ്വലവാത്തിൻ ഫീ യൗമിഹിം വലൈലതിഹിം, ഒരു ദിവസം 5 നേരം അല്ലാഹു നിങ്ങളുടെ മേൽ നിർബന്ധ നമസ്കാരങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന കാര്യം നീ അവരെ പിന്നീട് അറിയിച്ചു കൊള്ളുക. ഇനി അവർ നമസ്കാരവും അതും അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് സക്കാത്തിനെ കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യമായി പറഞ്ഞത് എന്താണ്? അവരുടെ വിശ്വാസം ശരിയാക്കുക എന്നുള്ളതാണ്. അത് ശരിയായാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ പക്കൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. നബിമാരുടെ പ്രബോധനം അതിന്റെ മുഖ്യ വിഷയം അത് ജനങ്ങളുടെ വിശ്വാസം ശരിയാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്, അവരുടെ ഈമാനുമായി, അതിന്റെ അടിസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഖുർആനിൽ അള്ളാഹു ഊന്നൽ നൽകിയ കാര്യവും അത് തന്നെയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഖുർആൻ മുഴുവൻ തൗഹീദാണ്. ആ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഖുർആനിൽ മുഴുവനായിട്ടുമുള്ളത്. ഒന്നുകിൽ തൗഹീദിലേക്കുള്ള കൽപ്പനയാണ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, ആരാധനകൾ അള്ളാഹുവിന് മാത്രം നൽകണം. അതല്ലെങ്കിൽ തൗഹീദിലേക്കുള്ള ക്ഷണമാണ്. മൂന്നാമതോ തൗഹീദിന്റെ തെളിവുകളാണ് അള്ളാഹു പറയുന്നത്, പ്രാപഞ്ചികമായ തെളിവുകൾ അള്ളാഹു ഉണ്ട്, അള്ളാഹു മാത്രമേ ഇബാദത്തിന് അർഹനുള്ളൂ എന്നതിന്റെ തെളിവുകളാണ്, ആ തൗഹീദിനുള്ള തെളിവുകളാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്. അതുമല്ലെങ്കിൽ തൗഹീദുള്ള ആളുകൾ അവർ അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട കർമ്മങ്ങൾ, നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ജിഹാദും അതുപോലെയുള്ള മതവിധികളാണ് ഖുർആനിലുള്ളത്. അതുപോലെ തന്നെ ഈ തൗഹീദ് പാലിച്ച ആളുകൾ അവർക്ക് ലഭിക്കാനിരിക്കുന്ന അനുഭൂതികൾ, സ്വർഗത്തെക്കുറിച്ച്, അതിലെ സൗകര്യങ്ങളെക്കുറിച്ച്, അതിനെക്കുറിച്ചാണ് ഖുർആനിൽ അള്ളാഹു പറയുന്നത്. ഇനി അതുമല്ലെങ്കിൽ ഈ തൗഹീദിന്റെ നേർവിപരീതമായ ശിർക്കിനെ കുറിച്ചുള്ള താക്കീതാണ്. ശിർക്ക് ചെയ്യാൻ പാടില്ല, അത് വലിയ പാപമാണ്. ആ ശിർക്കിന്റെ മാർഗങ്ങളെക്കുറിച്ചുള്ള നിരോധനമാണ് ഖുർആനിലുള്ളത്. ആ ശിർക്ക് ചെയ്ത ആളുകൾ അവർക്ക് സംഭവിച്ചിട്ടുള്ള, അള്ളാഹു അവരെ ശിക്ഷിച്ചിട്ടുള്ള ശിക്ഷകൾ, അവരുടെ കഥകൾ, അതുപോലെ തൗഹീദ് പാലിക്കാതെ ശിർക്കിലായി മരിച്ച ആളുകൾ അവർക്കുള്ള ശിക്ഷകൾ, ഇതിനെക്കുറിച്ചാണ് ഖുർആനിൽ അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുള്ളത്. ഇങ്ങനെ നോക്കുമ്പോൾ ഖുർആൻ മുഴുവൻ അത് തൗഹീദുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തൗഹീദ്, നമ്മുടെ വിശ്വാസം, അഖീദ, അത് ശരിയാക്കുവാൻ നാം ഓരോരുത്തരും അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. എല്ലാ അമ്പിയാക്കന്മാരും അവരെല്ലാവരും ഒരേ വിശ്വാസത്തിലാണ്, ഒരേ അഖീദയിലാണ്. അതുപോലെ തന്നെയാണ് എല്ലാ ഇമാമുമാരും, മുൻകഴിഞ്ഞ ഇമാമുമാർ, സലഫുകൾ, നമ്മുടെ സഹാബത്തും താബിഈങ്ങളും അതിനുശേഷമുള്ള അഇമ്മത്തുകൾ, പണ്ഡിതന്മാർ, ഇവരെല്ലാവരും നിലകൊണ്ടത് ഒരേ അഖീദയിലാണ്. അഖീദത്തു അഹ്ലിസുന്ന വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസമാണ്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ കാര്യത്തിൽ ശാഫിഈ, ഹംബലി, മദ്ഹബ്, അങ്ങനെ ഇത്തരത്തിലുള്ള മദ്ഹബുകൾ വിശ്വാസത്തിന്റെ കാര്യത്തിലില്ല. എന്നാൽ ഫിഖ് പഠിക്കുന്ന സന്ദർഭത്തിൽ, കർമ്മശാസ്ത്രം പഠിക്കുന്ന സന്ദർഭത്തിൽ ഒരു വ്യക്തി പഠിക്കുന്ന വേളയിൽ അവന് ഒരു മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കാവുന്നതാണ്. പക്ഷെ തെളിവുകൾ മാറ്റിവെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ മദ്ഹബിനോട് എതിരാകേണ്ടി വരും. എന്നാൽ അത്തരത്തിൽ ഫിഖ്ഹിയായ മസ്അലകൾ പഠിക്കുന്ന സന്ദർഭത്തിൽ ഒരു വ്യക്തിക്ക് മദ്ഹബുകൾ അവലംബിക്കാവുന്നതാണ്. എന്നാൽ വിശ്വാസ കാര്യത്തിൽ ഇപ്രകാരം ഹംബലി, മാലിക്കി എന്നുള്ള മദ്ഹബുകളില്ല, ഒരൊറ്റ മദ്ഹബേ ഉള്ളൂ. അതാണ് അഖീദത്തു അഹ്ലിസുന്ന വൽ ജമാഅ. സലഫുകൾ, സഹാബത്തും താബിഈങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ നിലകൊണ്ട ആ വിശ്വാസം, അതാണ് നാം പഠിക്കേണ്ടത്. ഇമാം മാലിക്കിന്റെ വിശ്വാസത്തിന് ഉള്ള അതിനേക്കാൾ പ്രത്യേകത ഇമാം ഷാഫിഈയുടെ വിശ്വാസത്തിനില്ല. ഇമാം ഷാഫിഈയേക്കാൾ പ്രത്യേകത ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ വിശ്വാസത്തിനില്ല. എല്ലാവരും ഒരേ മാർഗത്തിലായിരുന്നു. അതാണ് ലാമിയയുടെ അവസാനത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞതായി കാണാം, ഹാദാ ഇഅ്തിഖാദു ശാഫിഈ വമാലിക് വഅബീ ഹനീഫത സുമ്മ അഹ്മദ യുൻഖലു.
4 മദ്ഹബിന്റെ ഇമാമുമാർ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഞാൻ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ വിശ്വാസ കാര്യങ്ങൾ ഇതെല്ലാം ഇവരുടെ വിശ്വാസമാണ്. ഈ മദ്ഹബിന്റെ അറിയപ്പെട്ട ഇമാമുമാർ അവരുടെ വിശ്വാസമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. എന്നാൽ ചില ആളുകൾ, നമ്മുടെ നാട്ടിൽ ചില ആളുകൾ അവർ പറയാറുണ്ട്, ഞങ്ങൾ ഫിഖ്ഹിൽ ശാഫിഈകളാണ്, അഖീദയിൽ ഞങ്ങൾ അശ്അരികളാണ്, അതല്ലെങ്കിൽ മാതുരീദികളാണ് എന്നിങ്ങനെ പല പല ആളുകളിലേക്ക് ചേർത്തുകൊണ്ട് പല പല വിഭാഗങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് പറയാറുണ്ട്. അത് തെറ്റാണ്. മറിച്ച് അഖീദയിൽ വിശ്വാസ കാര്യങ്ങളിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അത് റസൂലും സഹാബത്തും സലഫുകളും നിലകൊണ്ട ശരിയായ മാർഗം അഖീദത്തു അസ്സലഫ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അള്ളാഹ് ഈ അഹ്ലുസുന്നയുടെ ചില ഉസൂലുകൾ, ചില അടിസ്ഥാനങ്ങൾ, വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബാദിറൂ ബിൽ അഅമാലി ഫിത്നൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം. അവിടുന്ന് പറയുകയാണ്, ഫിത്നകളും കുഴപ്പങ്ങളും ഒക്കെ ഉടലെടുക്കുന്ന കാലത്ത് ദീനിന്റെ വിഷയത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ ഫിത്നകളാണ്, കുഴപ്പങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത്തരം കാലഘട്ടത്തിൽ നിങ്ങൾ സൽക്കർമ്മങ്ങളുമായി മുന്നേറിക്കൊള്ളുക, അതിലേക്ക് ധൃതിപ്പെടുക. എന്നിട്ട് റസൂൽ അതിനെ ഉപമിച്ചത് എങ്ങനെയാണ്? കഖിതഇൽ ലൈലിൽ മുദ്ലിം, ചന്ദ്രനോ നക്ഷത്രമോ ഒന്നുമില്ലാത്ത ഇരുട്ടിയ ഒരു രാത്രി അതുപോലെയായിരിക്കും ഫിത്നകൾ. ഇരുട്ടുള്ള ഒരു രാത്രിയിൽ നമുക്ക് ഒന്നും കാണാൻ കഴിയില്ല. അതുപോലെ ഫിത്നകൾ നിറഞ്ഞ കാലഘട്ടത്തിൽ സത്യവും അസത്യവും വേർതിരിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടം അത് കടന്നു വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. എന്നിട്ട് പറഞ്ഞു, യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. പ്രഭാതത്തിൽ മുഅ്മിനായവൻ വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ കാഫിറാകുകയാണ്. ഔ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. വൈകുന്നേരം മുഅ്മിനായവൻ നേരം പുലരുമ്പോഴേക്കും അവൻ കാഫിറാകുകയാണ്. യബീഉ ദീനഹു ബിഅർളിൻ മിനദ് ദുനിയ. ദുനിയാവിന്റെ തുച്ഛമായ വിഭവങ്ങൾക്ക് വേണ്ടി ദീനിനെ വിൽക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. ആ ഒരു കാലഘട്ടത്തിലൂടെയാണോ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക, ചിന്തിക്കുക. അതുകൊണ്ട് ഈ വിശ്വാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നിലകൊണ്ട ആ മാർഗം അത് നമ്മൾ പഠിക്കുകയും പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. സഹാബത്തിന്റെ കാലത്ത് ഇത്തരത്തിലുള്ള ചില പിഴച്ച കക്ഷികൾ ഉണ്ടായിരുന്നു, ബിദ്അത്തിന്റെ കക്ഷികൾ. പക്ഷേ അവർ പ്രത്യക്ഷത്തിൽ പുറമേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം സഹാബത്ത് അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. അതുപോലെ അന്നത്തെ ഭരണാധികാരികൾ ഇത്തരത്തിലുള്ള ബിദ്അത്തിന്റെ കക്ഷികളെയെല്ലാം അവർ അടിച്ചൊതുക്കിയിരുന്നു. ജനങ്ങളുടെ ദീൻ അത് ഫസാദാകാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പിഴച്ച കക്ഷികൾ അവർ മുളച്ചു പൊന്തുമ്പോൾ തന്നെ അവർ അതിനെ എതിർക്കുകയും അതിനെ മുളയിൽ തന്നെ നുള്ളുകയും എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞു, താബിഈങ്ങളുടെ കാലം കഴിഞ്ഞു. അങ്ങനെ അബ്ബാസിയ ഭരണകാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരി മഅ്മൂൻ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഗ്രീക്ക് തത്വചിന്തകൾ, അവിടെ ഉണ്ടായിരുന്ന ഫൽസഫയുടെ ആളുകൾ അവരുടെ തത്വചിന്തകളെല്ലാം അതെല്ലാം അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തുകയും അത് മുസ്ലിമീങ്ങൾക്കിടയിൽ വ്യാപിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ അവർ അതിൽ ആകർഷകരാവുകയും ആ നാട്ടിലുള്ള ആളുകളെ ആ മാർഗം പിന്തുടരാൻ അവർ അങ്ങേയറ്റം നിർബന്ധിപ്പിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി ധാരാളം പിഴച്ച കക്ഷികൾ ഉടലെടുക്കാൻ തുടങ്ങി. ഓരോ ആളുകളും അവർ ശക്തിയാർജിക്കാൻ തുടങ്ങി. ഈ സന്ദർഭത്തിൽ പണ്ഡിതന്മാർ അവർക്ക് മറുപടി എന്നോണം പലതരത്തിലുള്ള കിതാബുകളും അവർ എഴുതിയിട്ടുണ്ട്. ഗദ്യമായും പദ്യമായും അവർ അതിന് മറുപടികൾ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു കവിതയാണ് അൽ മൻദൂമത്തുൽ ഹാഇയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഈ കവിത. അതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. കവിത എഴുതിയ വ്യക്തി ഇബ്നു അബി ദാവൂദ്. നമുക്കെല്ലാവർക്കും കേട്ട് പരിചയമുണ്ടാകും. അദ്ദേഹത്തിന്റെ ഉപ്പയെക്കുറിച്ച് നമുക്ക് പരിചയമുണ്ട്. ആരാണ്? അബൂ ദാവൂദ്. ഹദീസുകൾ ഉദ്ധരിക്കുന്ന സമയത്ത് നമ്മൾ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം എന്നൊക്കെ കേൾക്കുന്നത് പോലെ ഇമാം അബൂ ദാവൂദ് എന്ന് കേൾക്കാറുണ്ട്. വലിയ ഹദീസ് പണ്ഡിതനാണ്. കുതുബുസിത്ത 6 പ്രശസ്തമായ ഹദീസ് ഗ്രന്ഥങ്ങൾ എഴുതിയ അതിൽ ഒരു ഗ്രന്ഥത്തിന്റെ രചയിതാവാണ്, വലിയ മുഹദ്ദിസാണ് ഇമാം അബൂ ദാവൂദ് എന്ന് പറയുന്നത്. ആ വലിയ മുഹദ്ദിസിന്റെ മകനാണ് ഇബ്നു അബി ദാവൂദ്. അദ്ദേഹത്തിന്റെ മകനാണ് ഇബ്നു അബി ദാവൂദ്. അദ്ദേഹത്തിന്റെ പേര് അബൂബക്കർ അബ്ദുല്ലാഹി ഇബ്നു സുലൈമാൻ ഇബ്നു അശ്അസ് അൽ അസ്ദി എന്നാണ് അദ്ദേഹത്തിന്റെ നാമം. അബൂബക്കർ എന്നത് അദ്ദേഹത്തിന്റെ കുനിയത്താണ്, അപരനാമമാണ്. ഉമ്മ് അതേപോലെ അബ് ഇതിലേക്ക് ചേർത്ത് പറയുന്നതിനാണെന്ന് പറയുക, കുനിയത്ത് എന്ന് പറയുക. അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള, ഉപ്പാന്റെ പേരോ സുലൈമാൻ. അപ്പോൾ ഇമാം അബൂ ദാവൂദിന്റെ പേരെന്താണ്? സുലൈമാൻ എന്നാണ്. സുലൈമാൻ ഇബ്നുൽ അശ്അസ്, അതാണ് ഇമാം അബൂ ദാവൂദിന്റെ പേര്.
അദ്ദേഹത്തിന്റെ മകനാണ് അബ്ദുള്ള, അദ്ദേഹത്തിന്റെ കുനിയത്ത് അബൂബക്കർ. അദ്ദേഹം ജനിക്കുന്നത് ഹിജ്റ 230 അഥവാ വളരെ പൗരാണികനാണ്. നമ്മുടെ അഖീദ അത് നമ്മൾ പറയുന്നത് ഹിജ്റ 230 ജനിച്ച വലിയ ഇമാമിന്റെ അദ്ദേഹം രചിച്ച കിതാബാണ് നാം ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ പുത്തൻവാദികളല്ലേ, നിങ്ങൾ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കൊണ്ടുവന്ന വിശ്വാസമല്ലേ നിങ്ങൾക്ക് പറയാനുള്ളത്, അതല്ലെങ്കിൽ ഇബ്നു തൈമിയ പിൽക്കാലത്ത് വന്ന 7-ാം നൂറ്റാണ്ടിൽ വന്ന ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ വാദമല്ലേ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ല, നമുക്ക് പറയാനുള്ളത് മുൻഗാമികളായ ഇമാമുമാർ അവർ പറഞ്ഞ അതേ വിശ്വാസമാണ് ഇന്നും നമുക്ക് പറയാനുള്ളത്. ഇമാം ഷാഫിഈയും ഇമാം അഹ്മദ് ബിൻ ഹംബലും ഇമാം മാലിക്കും ഇമാം അബൂ ഹനീഫയും റഹിമഹുമുല്ലാഹ് അവരൊക്കെ പഠിപ്പിച്ച അഖീദ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അതുപോലെ ഒട്ടനവധി മുഹദ്ദിസുകൾ അവർ രേഖപ്പെടുത്തിയ അഖീദ അത് തന്നെയാണ് നമുക്കിന്നും പറയാനുള്ളത്. അങ്ങനെ ഹിജ്റ 230 അദ്ദേഹം സിജിസ്ഥാനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അങ്ങനെ തന്റെ പിതാവിന്റെ കൂടെ ഇൽമ അന്വേഷിക്കുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിലേക്കും അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. ഖുറാസാനിലേക്കും അസ്ബഹാനിലേക്കും ബഗ്ദാദിലേക്കും കൂഫയിലേക്കും മക്കയിലേക്കും മദീനയിലേക്കും ഷാമിലേക്കും മിസ്റിലേക്കും എന്നിങ്ങനെ തുടങ്ങി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പല ദിക്കുകളിലേക്കും അദ്ദേഹം ഇൽമ പഠിക്കുന്നതിന് വേണ്ടി ഹദീസുകൾ കേൾക്കുന്നതിന് വേണ്ടി അദ്ദേഹം യാത്ര ചെയ്തതായി നമുക്ക് കാണാം. അങ്ങനെ അദ്ദേഹം പിന്നീട് താമസമാക്കുന്നത് എവിടെയാണ്? ബഗ്ദാദിലാണ്. സിജിസ്ഥാനിൽ ജനിക്കുകയും ബഗ്ദാദിൽ അദ്ദേഹം താമസമാക്കുകയും ചെയ്തു. ഇറാഖുകാരുടെ ഇമാമായി അദ്ദേഹം പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അദ്ദേഹത്തിന്റെ അഖീദയായി വിശ്വാസമായി അദ്ദേഹം പറയുകയാണ് ഈ മംദൂമ, ഈ കവിത അത് എഴുതിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞതായി കാണാം, ഹാദാ ഖൗലി, ഇതാണ് എന്റെ വിശ്വാസം, എന്റെ അഭിപ്രായം ഇതാണ്. വഖൗലു അബി, എന്റെ ഉപ്പയുടെയും വിശ്വാസം ഇത് തന്നെയാണ്. വഖൗലു അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെയും വിശ്വാസം ഇത് തന്നെയാണ്. വഖൗലു മൻ അദ്റക്നാ മിൻ അഹ്ലിൽ ഇൽം, ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ സഹവസിച്ചിട്ടുള്ള, ഞാൻ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ അവരുടെ എല്ലാം വിശ്വാസം ഇതാണ്. വമൻ ലം നുദ്രിക് മിമ്മൻ ബലഗനാ അൻ, നാം നേരിട്ട് കണ്ടിട്ടില്ലാത്ത നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അവരുടെയും വിശ്വാസം ഇത് തന്നെയാണ്. ഫമൻ ഖാല ഗൈറ ഹാദാ ഫഖദ് കദബ്, ഇതല്ലാത്ത മറ്റൊന്ന് അവരുടെ മേൽ പറയുകയാണെങ്കിൽ അത് കളവാണ്. ഇതാണ് ഞങ്ങളുടെ വിശ്വാസമെന്ന് അദ്ദേഹം അതിന്റെ അവസാനത്തിൽ പറഞ്ഞതായി കാണാം. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ 316 ഇബ്നു അബി ദാവൂദ് അബൂബക്കർ അബ്ദുല്ലാഹി ഇബ്നു സുലൈമാൻ ഇബ്നു അശ്അസ് റഹിമഹുല്ലാഹ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കവിതയാണ് അൽ ഹായിയ. എന്താണ് അൽ ഹായിയ എന്ന് പറഞ്ഞാൽ അർത്ഥം? ആ കവിതയുടെ ഓരോ വരികളും അത് അവസാനിക്കുന്നത് ഹ എന്ന അക്ഷരത്തിലാണ്. അതുകൊണ്ടാണ് അതിന് ഹായിയ എന്ന് പേര് വന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയ്ക്ക് ലാമിയയുണ്ട്. അപ്പോൾ അത് ഏതക്ഷരത്തിലായിരിക്കും അവസാനിക്കുന്നുണ്ടാവുക? ലാമിലാണ്. അതുപോലെ ഇമാം ഇബ്നുൽ ഖയ്യിമിന് നൂനിയയുണ്ട്, നൂനിയത്ത് ഇബ്നുൽ ഖയ്യിം. അതിലെ ഓരോ വരികളും അവസാനിക്കുന്നത് നൂനിലാണ്. അങ്ങനെ ഓരോ വരികളും അത് അവസാനിക്കുന്ന വരി അക്ഷരം അത് പരിഗണിച്ചുകൊണ്ടാണ് മൻദൂമത്തുൽ ഹായിയ എന്ന് പറയാറുണ്ട്. അതുപോലെ അൽ ഖസീദത്തുൽ ഹായിയ, അതുപോലെ മൻദൂമത്തു ഇബ്നി അബി ദാവൂദ്, ഇങ്ങനെയൊക്കെ ഈ പേരിലൊക്കെ ഈ കവിത അറിയപ്പെടാറുണ്ട്. 33 വരികളാണ് ഈ കവിതയ്ക്കുള്ളത്. ചില ആളുകൾ 36 എന്ന് രേഖപ്പെടുത്തിയവരുണ്ട്, ചില ആളുകൾ 40 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ശരിയായത് 33 വരികളാണ്. പിൽക്കാലത്ത് വന്ന ചില ആളുകൾ അതിലേക്ക് ചില വരികൾ അതിൻ്റെ കൂടെ ചേർത്തു എന്നതൊഴിച്ച് 33 വരികളാണ് ഈ കവിതയ്ക്ക് ഉള്ളത്. അതിൻ്റെ വിശദീകരണമാണ് ഇൻഷാ അള്ളാഹ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഒന്നാമത്തെ വരിയിൽ അദ്ദേഹം പറയുകയാണ്, തമസ്സക് ബിഹബിലില്ലാഹി വത്തബിഇൽ ഹുദ വലാ തകു ബിദ്ഇയൻ ലഅല്ലക തുഫ്ലിഹു. അദ്ദേഹം പറയുകയാണ്, തമസ്സക് ബിഹബിലില്ലാഹ്, നീ അല്ലാഹുവിന്റെ കയർ മുറുകെ പിടിക്കുക. വത്തബിഇൽ ഹുദ, നീ സന്മാർഗത്തെ ഹുദയെ പിൻപറ്റുക. വലാ തകു ബിദ്ഇയൻ, നീ ബിദ്അത്തുകാരനാകാൻ പാടില്ല. ലഅല്ലക തുഫ്ലിഹു, അങ്ങനെയാണെങ്കിൽ നിനക്ക് വിജയിക്കാം. 3 കാര്യങ്ങളാണ് ഈ വരിയിലൂടെ അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത്. അദ്ദേഹം അഖീദ വിശദീകരിക്കുന്നതിന് മുൻപായി, അഹ്ലുസുന്നയുടെ ഓരോ അടിസ്ഥാനങ്ങളും പറയുന്നതിന് മുൻപായി അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? നാം എവിടെ നിന്നാണ് അഖീദ പഠിക്കേണ്ടത്? അഖീദ സ്വീകരിക്കാനുള്ള സ്രോതസ് എന്താണ്? അതാണ് ആദ്യമായി അദ്ദേഹം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തമസ്സക്, നീ മുറുകെ പിടിക്കുക, ശക്തിയായി പിടിക്കുക. ബിഹബിലില്ലാ, അള്ളാഹുവിന്റെ കയർ. എന്താണ് അള്ളാഹുവിന്റെ കയർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅ, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിന്റെ കയർ മുറുകെ പിടിക്കുക. അത് ഖുർആനാണ്. അള്ളാഹുവും അവന്റെ സൃഷ്ടികളും തമ്മിലുള്ള ബന്ധം, ആ കയറെന്ന് പറയുന്നത് അത് ഖുർആനാണ്. അതുകൊണ്ട് ആ ഖുർആൻ മുറുകെ പിടിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതുപോലെ വത്തബിഇൽ ഹുദ, നിങ്ങൾ ഹുദയെ പിൻപറ്റിക്കൊള്ളുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, വത്തബിഅ മാ യൂഹാ ഇലൈക മിർ റബ്ബിക്, നബിയോട് പറയുകയാണ്,
നിന്റെ റബ്ബിൽ നിന്ന് നിനക്ക് വഹി നൽകപ്പെട്ട കാര്യം അത് നീ പിൻപറ്റിക്കൊള്ളുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഫസ്തഖിം കമാ ഉമിർത്, റസൂലേ താങ്കളോട് എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ നേരെ ചൊവ്വേ താങ്കൾ നിലകൊള്ളുക എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതായിരിക്കണം. അതുകൊണ്ട് അൽ ഹുദ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് നിയോഗിക്കപ്പെട്ട ആ മാർഗം അള്ളാഹു റസൂലിന്റെ മേൽ അവതരിപ്പിച്ച കാര്യം സുന്നത്ത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഖുർആനും സുന്നത്തും നീ മുറുകെ പിടിക്കുക. ഈ ഹുദ എന്നുള്ള വാക്ക് അത് ഖുർആനിൽ അതുപോലെ സുന്നത്തിൽ രണ്ട് അർത്ഥത്തിൽ അത് ഉപയോഗിക്കാറുണ്ട്. ഒന്നാമത്തേത് ഏതാണ്? ഹിദായത്തു തൗഫീഖ് വൽ ഇൽഹാം ലിൽ ഈമാൻ വൽ അഅമാലി സ്വാലിഹ. ഹിദായത്തിന്റെ മാർഗത്തിൽ ചേർക്കുന്നവൻ, നമുക്ക് ഹിദായത്ത് നൽകുന്നവൻ, അതിനുള്ള തൗഫീഖ് നൽകുന്നവൻ. ഈ ഒരു അർത്ഥത്തിൽ ഹിദായത്ത് എന്നുള്ള വാക്ക് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുണ്ട്. ഒരായത്ത് നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. നബിയോട് പറയുന്നു, താങ്കൾക്ക് ഇഷ്ടപ്പെട്ടവരെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയുകയില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അവൻ ഹിദായത്തിലാക്കുന്നതാണ്. ഈ ആയത്ത് അവതരിക്കുന്നത് എപ്പോഴാണ്? നബിയുടെ പ്രതിവ്യൻ അബൂ ത്വാലിബ് അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സന്ദർശിക്കുകയാണ്. റസൂലിനെ ധാരാളമായി സഹായിച്ച വ്യക്തിയാണ്. അങ്ങനെ റസൂല് അദ്ദേഹത്തോട് പറയുകയാണ്, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അദ്ദേഹത്തോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി റസൂലുള്ളാഹി അവിടുന്ന് ആവശ്യപ്പെടുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ചുറ്റും മുശ്രിക്കുകളായ അബൂജഹലും അതുപോലെ മറ്റ് നേതാക്കന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്നത് എങ്ങനെയാണ്? അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിലായിക്കൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഈ സന്ദർഭത്തിലാണ് അള്ളാഹു ആയത്തിറക്കുന്നത്, നബിയെ താങ്കൾക്ക് ഇഷ്ടമുള്ളവരെ താങ്കൾക്ക് ഹിദായത്തിലാക്കാൻ കഴിയുകയില്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ഹിദായത്ത് നൽകുന്നു. ഇതാണ് ഹിദായത്തു തൗഫീഖ്, ഹിദായത്തിലാക്കുന്നവൻ, ഹിദായത്തിന്റെ മാർഗത്തിൽ ചേർക്കുന്നവൻ. ഇത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ്, വേറൊരാൾക്കും ഇതിന് കഴിയുകയില്ല. എന്നാൽ ഹിദായത്തിന്റെ രണ്ടാമത്തെ ഒരു ഇനമുണ്ട്. അതേതാണ്? ഹിദായത്തു ദലാലത്തി വൽ ബയാൻ. സന്മാർഗം, ഹിദായത്തിന്റെ മാർഗം അത് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക. അത് നമുക്കും കഴിയുന്ന കാര്യമാണ്. അറിവുള്ളവർക്ക്, അമ്പിയാക്കന്മാർക്ക്, അവർക്കൊക്കെ കഴിയുന്ന കാര്യമാണ് ഹിദായത്തിന്റെ മാർഗം അതൊരാൾക്ക് അറിയിച്ചു കൊടുക്കുക, അവർക്ക് ആ മാർഗം കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. നബിയോട് പറയുകയാണ്, തീർച്ചയായും നീ നേരായ മാർഗത്തിലേക്ക് മാർഗദർശനം നൽകുന്നവനാണ്. നബി മാർഗദർശനം നൽകുന്നവനാണ്, ആ മാർഗത്തിലേക്ക് മാർഗം കാണിച്ചു കൊടുക്കുന്നവനാണ്, അതിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നവനാണ്, അത് വ്യക്തമാക്കി കൊടുക്കുന്നവനാണ്. എന്നാൽ ആ മാർഗത്തിൽ ചേർക്കുന്നവനാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അത് അല്ലാഹുവിന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഖുർആനും സുന്നത്തും അത് മുറുകെ പിടിക്കുക. അതിലാണ് ഈ ഉമ്മത്തിന്റെ ഐക്യം, അതിലാണ്. അതല്ലാതെ ഒരിക്കലും അവർ ഐക്യപ്പെടുകയില്ല. അതാണ് വിശുദ്ധ ഖുർആനിൽ നാം മുമ്പ് ഓതിയ ആയത്ത്. അല്ലാഹു പറഞ്ഞു, വഅതസിമൂ ബിഹബ്ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കയർ മുറുകെ പിടിക്കുക. വലാ തഫറഖു, നിങ്ങൾ എന്താക്കരുത്, ഭിന്നിക്കാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തിരുന്ന അനുഗ്രഹം അത് നിങ്ങൾ ഓർക്കുക. ഇദ് കുൻതും അഅദാഅൻ, നിങ്ങൾ പരസ്പരം അന്യോന്യം ശത്രുക്കളായിരുന്നു. അങ്ങനെ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, അല്ലാഹു നിങ്ങളുടെ ഹൃദയങ്ങളെ പരസ്പരം ഇണക്കി ചേർത്തു. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, അങ്ങനെ അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ട് നിങ്ങൾ പരസ്പരം സഹോദരന്മാരായി തീർന്നു. അവരെ ഹൃദയങ്ങളെ ഇണക്കിയ കാര്യം എന്താണ്? ദീനിലെ അവരെ ഹൃദയങ്ങളെ ഇണക്കിയ കാര്യം എന്താണ്? അത് ഖുർആനാണ്, അത് സുന്നത്താണ്, അഖീദയാണ്. ഒരേ വിശ്വാസത്തിലുള്ള ആളുകൾ അവർ പരസ്പരമേ ഇണങ്ങുകയുള്ളൂ. അതല്ലാതെ ദുനിയാവിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയവർ, സമ്പത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ, അവരൊന്നും പരസ്പരം യഥാർത്ഥ ഐക്യത്തിലേക്ക് അത് എത്തുകയില്ല. അതുകൊണ്ട് ഐക്യത്തിന്റെ മാനദണ്ഡം എന്താണ്? ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക, ശരിയായ വിശ്വാസം, സലഫിന്റെ വിശ്വാസം മുറുകെ പിടിക്കുക. അതാണ് ഐക്യപ്പെടാനുള്ള മാർഗം. അതാണ്. അതല്ലാതെ മറ്റ് എന്ത് തന്നെ സെറ്റപ്പുകൾ ഉണ്ടായാലും ഐക്യപ്പെടണമെങ്കിൽ ഹൃദയങ്ങൾ തമ്മിൽ ഐക്യപ്പെടേണ്ടതുണ്ട്. ബാഹ്യമായി നമ്മൾ ഒരുമിച്ചിരുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ സംഘടിച്ചത് കൊണ്ടോ ഐക്യമാവുകയില്ല. മറിച്ച് നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ ഇണങ്ങണമെങ്കിൽ അത് ശരിയായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വലാ തകു ബിദ്ഇയൻ, നീ എന്താകാൻ പാടില്ല? ബിദ്അത്തുകാരനാകാൻ പാടില്ല, ബിദ്അത്തിന്റെ വക്താവാകരുത്, ബിദ്അത്തിന്റെ പ്രചാരകനാകാൻ പാടില്ല എന്ന് അദ്ദേഹം നമ്മെ താക്കീത് ചെയ്യുകയാണ്. അതുകൊണ്ട് ബിദ്അത്ത് എന്ന് പറയുന്നത് അത് വളരെ അപകടമുള്ള സാധനമാണ്, വളരെ അപകടം പിടിച്ച സാധനമാണ്. ആ ബിദ്അത്തിനെ കുറിച്ച് താക്കീത് ചെയ്യുക എന്നുള്ളത് അത് പണ്ഡിതന്മാരുടെ ശൈലിയാണ്. നോക്കൂ, അദ്ദേഹം തന്റെ കവിത അത് ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാണ്?
ബിദ്അത്തുകാർക്കെതിരെയുള്ള താക്കീതുമായിട്ടാണ്. അതുകൊണ്ട് ബിദ്അത്തുകാർക്കെതിരെ നാം അവരെ തുറന്നു കാണിക്കണം, അവരുടെ വിശ്വാസങ്ങളെ, അവരുടെ നിലപാടുകളെ. അത് നാം ജനങ്ങൾക്ക് ദീനിനോടുള്ള നസീഹത്ത് എന്ന നിലക്ക് നാം അത് തുറന്നു കാണിക്കേണ്ടതുണ്ട്. ബിദ്അത്തുകാർക്കെതിരെ സംസാരിക്കേണ്ടതുണ്ട്. അവർ കൊണ്ടുവരുന്ന വാദങ്ങളെ, അവർ കൊണ്ടുവരുന്ന ശുബഹാത്തുകളെ അത് ഇൽമിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അതിനെ നാം നേരിടേണ്ടതുണ്ട്. അത് സ്വഹാബത്തിന്റെ പണ്ഡിതന്മാരുടെ മാതൃകയുള്ള കാര്യമാണ്. മഹാനായ ഇമാം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുക റസൂലിന്റെ സുന്നത്തിനെ, അതിനെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക. വലാ തബ്തദിഉ, നിങ്ങൾ എന്താക്കരുത്, ദീനിലേക്ക് പുതുതായി ഒന്നും ചേർക്കാൻ പാടില്ല. പുതിയ വിശ്വാസങ്ങൾ, പുതിയ കാര്യങ്ങൾ, പുതിയ അനുഷ്ഠാനങ്ങൾ ഒന്നും നിങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. ഫഖദ് കുഫീതും, നിങ്ങൾക്കത് മതിയായതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിശ്വാസങ്ങളും കാര്യങ്ങളും കർമ്മങ്ങളും അത് തന്നെ മതിയായതാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ദീനിൽ എന്താക്കരുത്, നിങ്ങൾ പുതുതായി ഒന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് ഇമാം ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അവിടുന്ന് വസിയ്യത്ത് നൽകിയതായി കാണാം. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രമാണ്, ഒരു സംഭവമാണ്. ഒരിക്കൽ മദീനയിലെ പള്ളിയിൽ കുറച്ചാളുകൾ അവർ ഒരുമിച്ച് കൂടുകയാണ്. അങ്ങനെ അവർ ഓരോ ആളുകളും ഒരു ഹൽക്കകളായി ഓരോ വൃത്തത്തിൽ ഓരോ സദസ്സായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, കൂട്ടം കൂട്ടമായി ഇരിക്കുകയാണ്. അതിൽ ഓരോ ഹൽക്കയിലും ഒരാൾ മധ്യത്തിലുണ്ടാകും. എന്നിട്ട് അയാൾ എന്താണ് പറയുന്നത്? അയാൾ പറയുന്നു, കബ്ബിറൂ മിഅ, എല്ലാവരും 100 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുക. അങ്ങനെ അവരെല്ലാവരും അവരുടെ കയ്യിലുള്ള കല്ലുകൾ കൊണ്ട് എണ്ണം പിടിച്ച് 100 തവണ അല്ലാഹു അക്ബർ പറയുകയാണ്. അതേപോലെ ഹല്ലിലൂ മിഅ, 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. അതേപോലെ സബ്ബിഹൂ മിഅ, 100 തവണ സുബ്ഹാനല്ലാഹ് പറയുക. ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന കുറച്ചാളുകൾ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാര് കണ്ടു? മഹാനായ സഹാബി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം അത് കാണുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ഇത് കണ്ട ഉടനെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ അടുക്കലേക്ക് വരികയാണ്. അദ്ദേഹം മുതിർന്ന സഹാബിയാണ്, ഇൽമുള്ള വലിയ വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തോട് പറയുകയാണ്, ഞാൻ പള്ളിയിൽ കുറേ ആളുകളെ കണ്ടു, അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ അവർ ഏർപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിച്ചു, താങ്കൾ എന്താണ് അവരോട് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല, താങ്കളുടെ അഭിപ്രായം അന്വേഷിച്ചിട്ട് താങ്കൾ എന്താണ് കൽപ്പിക്കുന്നത് അതിനുവേണ്ടിയാണ് ഞാൻ താങ്കളുടെ അടുക്കലേക്ക് വന്നത്, ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അദ്ദേഹം ആ പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്. എന്നിട്ട് അദ്ദേഹം ആ പള്ളിയിൽ എത്തിയതിനു ശേഷം അവരോട് പറഞ്ഞു, മാ ഹാദല്ലദീ അറാകും തസ്നഊൻ, നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവർ പറയുകയാണ്, യാ അബാ അബ്ദുറഹ്മാൻ, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഹസൻ നഉദ്ദു ബിഹി തക്ബീറ വത്തഹ്ലീല വത്തസ്ബീഹ്, ഞങ്ങൾ ഈ കല്ലുകൾ കൊണ്ട് തക്ബീറുകളും തഹ്മീദുകളും തസ്ബീഹുകളും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുകയാണ്, ഫഉദ്ദൂ സയ്യിആതികും, നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കൊള്ളുക. എന്നിട്ട് പറയുന്നു, ഫഅന ളാമിനുൻ അല്ലാ യദിഅ മിൻ ഹസനാതികും ഷൈ, നിങ്ങളുടെ നന്മകളിൽ നിന്ന് ഒന്നും തന്നെ നഷ്ടപ്പെടുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അഥവാ എല്ലാ നന്മകളെക്കുറിച്ചും ആര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു നന്മയെക്കുറിച്ചും റസൂലുള്ളാഹി വിട്ടേച്ചു പോയിട്ടില്ല, എല്ലാം അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കൊള്ളുക. എന്നിട്ട് അവിടുന്ന് പറയുന്നു, വൈഹക്കും യാ ഉമ്മത മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ ഉമ്മത്ത്, നിങ്ങൾക്ക് നാശം. അദ്ദേഹം കോപാകുലനായി പറയുകയാണ്, മാ അസ്റഅ ഹലകതകും, നിങ്ങൾ എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോയത്. ഹഉലാഇ സഹാബത്തു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതവാഫിറൂൻ, നബിയുടെ സഹാബത്ത്, ധാരാളം സഹാബത്ത് നിങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വഹാദിഹി ഫിയാബുഹു ലം തുബ്ല, നബിയുടെ വസ്ത്രങ്ങൾ അത് നുരുമ്പിപ്പോയിട്ടില്ല. വആനിയതുഹു ലം തുക്സർ, നബി ഉപയോഗിച്ച പാത്രങ്ങൾ അത് പൊട്ടിപ്പോയിട്ടില്ല. വല്ലദീ നഫ്സി ബിയദിഹി, അദ്ദേഹം പറയുകയാണ്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, അല്ലാഹു സത്യം ചെയ്തു പറയുന്നു, ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നബിയേക്കാൾ അവിടുത്തെ മില്ലത്തിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗത്തിലാണോ നിങ്ങൾ? അതല്ല ഔ മുഫ്തതിഹു ബാബി വലാലത്തിൻ, അതല്ല നിങ്ങൾ വലാലത്തിന്റെ കവാടം അത് നിങ്ങൾ തുറക്കുകയാണോ എന്ന് അവരോട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അവർ അദ്ദേഹത്തോട് മറുപടി പറയുന്നു, മാ അറദ്ന ഇല്ലൽ ഖൈർ. ഇബ്നു മസ്ഊദിനോട് പറയുകയാണ്, ഞങ്ങൾ ഖൈറല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അത് തന്നെയാണ് ബിദ്അത്തിന്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ നോമ്പ് നോൽക്കാറുണ്ട്, നമസ്കരിക്കാറുണ്ട്, നബി പഠിപ്പിക്കാത്ത സ്വലാത്തുകൾ ചെല്ലാറുണ്ട്. അവരെ എതിർക്കുമ്പോൾ അവർ പറയുന്ന മറുപടി എന്താണ്? മാ അറദ്ന ഇല്ലൽ ഖൈർ, ഞങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖൈറാണ്, അല്ലാഹുവിലേക്ക് അടുക്കണം, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇബ്നു മസ്ഊദ് പറഞ്ഞു, വകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബഹു, ഖൈർ ഉദ്ദേശിക്കുന്ന എത്ര ആളുകൾക്കാണ് ആ ഖൈർ ലഭിക്കാതെ പോകുന്നത്? നിങ്ങൾ ഖൈർ ഉദ്ദേശിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്കത് ലഭിക്കണമെന്നില്ല. നബി പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള ദിക്റുകളും അതുപോലെയുള്ള ഇബാദത്തുകളുമായി കഴിച്ചു കൂട്ടുന്ന ആളുകൾ അവർക്ക് അത് ലഭിക്കുകയില്ല എന്നാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന്
അവരോട് പറയുന്നത്. നോക്കൂ, ബിദ്അത്തുകൾക്കെതിരെ അദ്ദേഹം ശക്തമായി സംസാരിക്കുകയാണ്. അതുകൊണ്ട് ബിദ്അത്തുകൾ കാണുമ്പോൾ ബിദ്അത്തിന്റെ വക്താക്കൾ അവർക്കെതിരെ ശക്തമായ നിലപാടുകൾ നമുക്കുണ്ടായിരിക്കണം. പല ആളുകൾക്കും ബിദ്അത്തിനോട് ഒരു മൃദുലമായ സമീപനം കണ്ടുവരുന്നതായി കാണാം. അത് ഒരിക്കലും നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അറബി ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അൽ ബിദ്അ എന്ന് പറഞ്ഞാൽ മാ ഉഹ്ദിസ അലാ ഗൈരി മിസാലിൻ സാബിഖ്, ഒരു മുൻ മാതൃകയില്ലാതെ ഒരു കാര്യം ഉണ്ടാക്കുക, അതിനാണ് എന്ത് പറയുക? ബിദ്അത്ത് എന്ന് പറയുക. അതാണ് അറബി ഭാഷയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അവിടെ അല്ലാഹു പ്രയോഗിച്ച വാക്യം എന്താണ്? ബദീഅ, മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ്. അപ്പോൾ ബിദ്അത്ത് എന്ന് ഭാഷാ അർത്ഥം എന്താണ്? മുൻ മാതൃകയില്ലാതെ ഒരു കാര്യം. എന്നാൽ ദീനിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മാ ഉഹ്ദിസ ഫിദ്ദീനി മിമ്മാ ലൈസ ലഹു അസ്ലുൻ ഫീ കിതാബില്ലാഹി വ സുന്നത്തി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ സുന്നത്തിലോ ഖുർആനിലോ യാതൊരു അടിത്തറയുമില്ലാത്ത മാതൃകയുമില്ലാത്ത കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ദീനിന്റെ പേരിൽ കടത്തിക്കൂട്ടിയ കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുക. അതിനെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ഈ ദീനിന്റെ വിഷയത്തിൽ നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു പ്രവർത്തനം ആരെങ്കിലും ചെയ്താൽ അത് അല്ലാഹു തള്ളിക്കളയുന്നതാണ്, അത് സ്വീകരിക്കുകയില്ല എന്നവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് ബിദ്അത്തുകൾ അത് മുഴുവൻ അത് നരകത്തിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖുതുബയിലും അവിടുന്ന് ഓർമ്മിപ്പിച്ച കാര്യമാണ്, വകുല്ലു ബിദ്അത്തിൻ വലാലത്തുൻ, എല്ലാ ബിദ്അത്തും വലാലത്താണ്, വകുല്ലു വലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തും അത് നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ബിദ്അത്തുകൾ അത് മുഴുവൻ എന്താണ്? വലാലത്താണ്, വഴികേടാണ്. ആ ബിദ്അത്തിന്റെ കൂട്ടത്തിൽ ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്തുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അതൊരിക്കലുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? കുല്ലു ബിദ്അത്തിൻ വലാലത്തുൻ, എല്ലാ ബിദ്അത്തും, അറബി അറിയുന്നവർക്കറിയാം കുല്ലു എന്ന് പറഞ്ഞാൽ എല്ലാം എന്നാണ് അർത്ഥം. അതുകൊണ്ട് ദീനിലേക്ക് കടത്തിക്കൂട്ടിയ എല്ലാ ബിദ്അത്തും അതെന്താണ്? അത് വലാലത്താണ്. അതിൽ നല്ല ബിദ്അത്ത്, ചീത്ത ബിദ്അത്ത് എന്നിങ്ങനെ വേർതിരിക്കാൻ നിർവാഹമില്ല. അത് ചില പണ്ഡിതന്മാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് പറ്റിയ അബദ്ധമാണ് എന്ന് നാം മനസ്സിലാക്കുക. മറിച്ചെന്താണ്? അത് ശരിയായ അഭിപ്രായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യം. എല്ലാ ബിദ്അത്തും എന്താണ്? വലാലത്താണ്. ദീനിലേക്ക് കടത്തിക്കൂട്ടിയതെല്ലാം അത് വഴികേടാണ്. അതൊരിക്കലും നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യമല്ല. ഇനി ബിദ്അത്തുകൾ പ്രധാനമായും രണ്ട് ഇനമാണ്. ഒന്നെന്താണ്? ബിദ്അഉൻ ഇഅ്തിഖാദിയ്യ, വിശ്വാസപരമായ ബിദ്അത്തുകളുണ്ട്. അതുപോലെ ബിദ്അഉൻ അമലിയ്യ, കർമ്മങ്ങളിലുള്ള ബിദ്അത്തുകളുണ്ട്. നാം പൊതുവെ ബിദ്അത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുള്ളത് ഏതാണ്? കർമ്മങ്ങളിലുള്ള ബിദ്അത്തുകളാണ്. കൂട്ടപ്രാർത്ഥന, അതുപോലെയുള്ള ബിദ്അത്തുകൾ, പ്രവർത്തനങ്ങളിലുള്ള ബിദ്അത്തുകൾ, നബിദിനാഘോഷം, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരിക. അതാണ് കർമ്മങ്ങളിലുള്ള ബിദ്അത്തുകൾ. എന്നാൽ അതിനേക്കാൾ ഗൗരവമാണ് വിശ്വാസപരമായ ബിദ്അത്തുകൾ. ബിദ്അഉൻ ഇഅ്തിഖാദിയ്യ, വിശ്വാസപരമായ ബിദ്അത്തുകൾ. അത് സഹാബത്തിന്റെ കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഖദരിയാക്കൾ, ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ, അത് വിശ്വാസപരമായ ബിദ്അത്താണ്. അതുപോലെ ഖവാരിജികൾ, വൻ പാപം ചെയ്ത ആൾ അവനെന്താണ്? അവൻ നരകത്തിൽ ശാശ്വതനാണ്. ഇത്തരത്തിലുള്ള പിഴച്ചവാദങ്ങൾ, റാഫിദികൾ, അവരുടെ ബിദ്അത്ത് എന്താണ്? അബൂബക്കറും ഉമറും അവരൊക്കെ കാഫിറുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം സഹാബത്തെല്ലാം, അതിൽ എണ്ണപ്പെട്ട ചിലരല്ലാത്ത ബാക്കി എല്ലാവരും മുർത്തദ്ദായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പിഴച്ച ബിദ്അത്തുകൾ, ഇതൊക്കെ എന്താണ്? ബിദ്അഉൻ ഇഅ്തിഖാദിയാണ്, വിശ്വാസപരമായ ബിദ്അത്തുകളാണ്. അപ്പോൾ ഏത് ബിദ്അത്താണ് ഏറ്റവും അപകടം? ഏതാണ്? വിശ്വാസപരമായ ബിദ്അത്തുകളാണ്. അതുകൊണ്ട് ആ വിശ്വാസപരമായ ബിദ്അത്തുകളെ കുറിച്ച് നാം പഠിക്കണം. അത്തരത്തിലുള്ള പിഴച്ച കക്ഷികളുണ്ട്. അശ്അരികളുണ്ട്, മുഅ്തസിലാക്കളുണ്ട്, ഖവാരിജികളുണ്ട്, റാഫിദികളുണ്ട്. ഇങ്ങനെ ഓരോ കക്ഷികളും, ബിദ്അത്തിന്റെ പല കക്ഷികളും അവർ പിൽക്കാലത്ത് വന്നതായി കാണാം. അവരുടെ ബിദ്അത്തുകളൊക്കെ ഏതുമായിട്ടാണ് ബന്ധം? അവരുടെ വിശ്വാസപരമായിട്ടുള്ള ബിദ്അത്തുകളാണ്. അപ്പോൾ ഈ ഉമ്മത്തിൽ ആദ്യം ഉണ്ടായിട്ടുള്ള ബിദ്അത്ത് ഏതാണ്? ഇഅ്തിഖാദിയാണോ അതല്ല അമലിയാണോ? ഇഅ്തിഖാദിയാണ്, വിശ്വാസപരമായിട്ടുള്ള ബിദ്അത്തുകളാണ് ആദ്യം കടന്നുകൂടിയിട്ടുള്ളത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്നമാ യദ്ഹറു മിനൽ ബിദ്അഇ അവ്വലൻ മാ കാന അഖ്ഫ, ബിദ്അത്തുകൾ ആദ്യം അത് ഗോപ്യമായിരുന്നു, പരസ്യമായിട്ട് പുറത്തേക്ക് വന്നിരുന്നില്ല. കാരണം സ്വഹാബത്തും അതുപോലെ ഇൽമുള്ള ആളുകളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലമാണ്. ഏതുപോലെ കബിദ്അത്തിൽ ഖദരി വൽ ഖവാരിജ്, ഖദരിയാക്കളും ഖവാരിജുകളും അവരുടെ ബിദ്അത്തുകളൊക്കെ പോലെ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുകയാണ്, വകുല്ലമാ ضعف من يقوم بنور النبوة قضية البدعة. അങ്ങനെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ പ്രകാശം
അത് പഠിപ്പിക്കുന്ന ആളുകൾ അതിൻ്റെ ശക്തി കുറഞ്ഞപ്പോഴാണെന്ത് വിദ്യാർത്ഥികൾ അവർ കരുത്താർജിക്കാൻ തുടങ്ങിയത് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള വിദ്യാർത്ഥികളുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ ഖുർആൻ മുറുകെ പിടിക്കുക, റസൂലിന്റെ ചര്യ അത് മുറുകെ പിടിക്കുക, നീ ബിദ്അത്തുകാരനാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ലഅല്ലക തുഫ്ലിഹു, എങ്കിൽ എന്താക്കാം? ലഅല്ല, അറബിയിൽ ലഅല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആയേക്കാം എന്നാണ്. അപ്പൊ നീ വിജയിക്കുന്നവനായേക്കാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇവിടെ എന്താണ്? നീ ഉറപ്പായിട്ടും വിജയിക്കും. നിന്റെ വിജയം അത് സുനിശ്ചിതമാണ്. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ബിദ്അത്തുകളിൽ നിന്ന് ഒഴിവായവൻ അവൻ വിജയിച്ചവനാണ്. അതല്ലെങ്കിൽ മറ്റൊരർത്ഥമുണ്ട്, ലഅല്ല എന്ന് പറഞ്ഞാൽ നീ വിജയിക്കുന്നതിന് വേണ്ടി നീ എന്ത് ചെയ്യുക? ഖുർആനിനും സുന്നത്തിനെയും അത് നീ മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ, നമ്മുടെ അഖീദ നാം സ്വീകരിക്കേണ്ടത് എവിടെ നിന്നാണ്? ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ് എന്ന് നാം മനസ്സിലാക്കി. എന്നാൽ ഇതാണ് ശരിയായ മസ്ദറു തലഖി, നമ്മുടെ ശരിയായ സ്രോതസ് ഇതാണ്. എന്നാൽ ഇതല്ലാത്ത പലതുമുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതല്ലാത്ത പല പ്രമാണങ്ങളുമായി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. ഒന്നാമത്തേത് എന്താണ്? അർറുആ വൽ മനാമാത്ത്, സ്വപ്നക്കഥകൾ. സ്വപ്നം ഒരു പ്രമാണമായി കൊണ്ടു നടക്കുന്ന ആളുകൾ ഇന്ന് നമുക്ക് ധാരാളമായി ത്വരീഖത്തിന്റെ ആളുകൾ, സൂഫികളാണെന്ന് പറയുന്നവർ, അവരുടെ വിശ്വാസ കാര്യങ്ങൾ പടുത്തുയർത്തുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? സ്വപ്നത്തിലാണ്. സ്വപ്നത്തിൽ ഇന്ന ശൈഖിന് സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അറിയിച്ചു നൽകി എന്ന് പറഞ്ഞുകൊണ്ട് ദീനിലില്ലാത്ത പല കാര്യങ്ങളും അവർ കടത്തിക്കൂട്ടുകയാണ്. അവരുടെ പ്രമാണം എന്താണ്? സ്വപ്നമാണ്. അർറുആ വൽ മനാമാത്ത്, ഉറക്കത്തിൽ കാണുന്ന കാര്യങ്ങൾ. അതെങ്ങനെയാണ് ദീനിൽ പ്രമാണമാവുക? അതൊരിക്കലും പ്രമാണമല്ല. രണ്ടാമത്തെ വിഭാഗം ആളുകളുണ്ട്. അവരുടെ പ്രമാണം എന്താണ്? അത് അഖലാണ്, ബുദ്ധിയാണ്. ബുദ്ധിക്കനുസരിച്ച് ദീനുണ്ടാക്കുന്ന ആളുകൾ, വിശ്വാസ കാര്യങ്ങളും അതുപോലെ അനുഷ്ഠാന കാര്യങ്ങളൊക്കെ ബുദ്ധിക്കനുസരിച്ച് തെളിവുണ്ടാക്കുന്നവർ. അവരുടെ പ്രമാണം അത് ബുദ്ധിയാണ്. അവരുടെ ബുദ്ധി അംഗീകരിക്കുന്നുണ്ടോ എങ്കിൽ അവർ അത് സ്വീകരിക്കും. അതല്ലെങ്കിലോ അവരതിനെ തള്ളിക്കളയും. അള്ളാഹുവിന്റെ സിഫാത്തുകൾ നിഷേധിക്കുന്ന ആളുകൾ, അള്ളാഹു ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് പറയുമ്പോൾ അള്ളാഹു കോപിക്കും, അള്ളാഹു ചിരിക്കും, അള്ളാഹു സന്തോഷിക്കും, ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ സിഫാത്തുകൾ അതിനെയൊക്കെ നിഷേധിക്കുന്ന ആളുകൾ അവരവരുടെ ബുദ്ധി കൊണ്ടാണ് ചിന്തിച്ചത്. നമ്മൾ അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ, അള്ളാഹു കോപിക്കുമെന്ന് പറഞ്ഞാൽ അത് മനുഷ്യരെ പോലെയായില്ലേ? അത് മനുഷ്യരോട് സാദൃശ്യപ്പെടുത്തലല്ലേ എന്നവർ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണ്. അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനെ പോലെ ഒരാളുമില്ല. പിന്നെ എന്തിനാണ് അള്ളാഹുവിന്റെ സിഫാത്തുകളെ ഇത്തരത്തിൽ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തേണ്ട ആവശ്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവെ പോലെ ഒരാളും തന്നെയില്ല. അതേപോലെ വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന് തുല്യനായി ഒരാളും തന്നെയില്ല. അതേപോലെ ഫലാ തദ്രിബു ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അല്ലാഹുവിന് ഉപമ പറയാൻ പാടില്ല, അല്ലാഹുവിനെ പോലെ എന്ന് പറയാൻ പാടില്ല. ഈ മൂന്നായത്തുകൾ അത് പഠിച്ചു വെക്കുക. എന്നിട്ട് അള്ളാഹുവിന്റെ സിഫാത്തുകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, സൃഷ്ടികളിലേക്ക് താരതമ്യപ്പെടുത്താൻ അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരില്ല. കാരണം അള്ളാഹുവിന്റെ സിഫാത്തുകൾ അത് അള്ളാഹുവിന് യോജിച്ച രൂപത്തിലാണ്. അതുകൊണ്ട് ബുദ്ധിയുമായി ഇത്തരത്തിലുള്ള വിഷയങ്ങളെ സമീപിക്കുമ്പോൾ അവരെന്താക്കും? അതിനെ നിഷേധിക്കും. അപ്പൊ അവരുടെ പ്രമാണം അത് ബുദ്ധിയാണ്. ഖബർ ശിക്ഷയെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അവർ പറയുക എന്താണ്? ഖബർ തുറന്നു നോക്കിയപ്പോൾ അവിടെ എന്താണ്? ഒന്നും കാണുന്നില്ല. ഖബറിൽ ശിക്ഷയോ അവിടെ നരകത്തിന്റെ തീക്കുണ്ടാരങ്ങളോ ഒന്നും ഞങ്ങൾ കണ്ടില്ല, അതുകൊണ്ട് ഖബർ ശിക്ഷയില്ല എന്നതിനെ നിഷേധിക്കുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഗൈബിയായ കാര്യങ്ങളാണ്. ഗൈബിയായ കാര്യങ്ങളിൽ ഖുർആനും സുന്നത്തിലും എന്ത് വന്നുവോ അവിടെ നിൽക്കുക. അതിനപ്പുറം നിന്റെ ബുദ്ധി ഉപയോഗിച്ച് അതിനെ എന്താക്കാൻ പാടില്ല, അളക്കുവാൻ പാടില്ല. ബുദ്ധി ഉപയോഗിച്ച് അതിലേക്ക് ഇറങ്ങാൻ പാടില്ല. അത് പിഴവിന്റെ ഒന്നാമത്തെ വഴിയായിക്കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കാര്യമാണ്. ഇതാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ. അവരുടെ പ്രമാണം എന്താണ്? ബുദ്ധിയാണ്. മൂന്നാമത്തെ വിഭാഗം ആളുകൾ അവരുടെ തെളിവെന്താണ്? അനുഭവങ്ങൾ, അനുഭവ സാക്ഷ്യം. അത് തെളിവായിക്കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ദജ്ജാലിനെ പിൻപറ്റുന്ന ആളുകൾ, ഖിയാമത്ത് നാളിൽ അവസാനം വരുന്ന ഏറ്റവും വലിയ ഫിത്നയാണ് ദജ്ജാൽ. ആ ദജ്ജാലിനെ പിൻപറ്റുന്നവർ, അവർ ദജ്ജാലിനെ പിൻപറ്റാനുള്ള പ്രധാന കാരണം എന്താണ്? അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന, ആ ദജ്ജാൽ കാട്ടിക്കൂട്ടുന്ന ചില കൃതികളിൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ കണ്ടുകൊണ്ടാണ് അതിൽ ആകൃഷ്ടരാകുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അത് തെളിവാക്കുന്ന ആളുകളുണ്ട്. അതെന്തല്ല? ഒരിക്കലും ശരിയല്ല. ചില ആളുകൾ പറയും, ഇന്ന തങ്ങളുടെ അടുക്കിലേക്ക് പോയിട്ട് രോഗം മാറിയിട്ടുണ്ട്, ഇന്ന ജാറത്തിൽ പോയാൽ കുട്ടിയെ ലഭിക്കും. എന്താണ് തെളിവ്? അങ്ങനെ കുറെ ആൾക്ക് ലഭിച്ചിട്ടുണ്ട്. അനുഭവമാണ് തെളിവായിട്ട് പറയുന്നത്. അത് കുട്ടികളെ ലഭിക്കാൻ, സന്താന ലബ്ധിക്ക് അവിടെ പോകാം എന്ന വിശ്വാസം അവർ പടുത്തുയർത്തുകയാണ്. അവരുടെ തെളിവെന്താണ്? അനുഭവങ്ങളാണ്. എന്നാൽ ദീനിൽ അനുഭവങ്ങൾ എന്തല്ല? തജാറുബുകൾ. അത് പ്രമാണമല്ല, തെളിവല്ല. നാലാമത്തെ വിഭാഗം ആളുകൾ അവരുടെ തെളിവെന്താണ്? അൽ കസ്റത്തു, ഭൂരിപക്ഷം.
ഭൂരിപക്ഷമാണ് തെളിവ്. ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് സ്വീകരിക്കണമെങ്കിൽ ഭൂരിപക്ഷം ഏതിന്റെ കൂടെയാണോ അതാണ് തെളിവ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് എന്താണ്? റസൂലിനോട് പറയുകയാണ്, വഇൻ തുതി അക്സറ മൻ ഫിൽ അർദ്, നീ ഭൂമിയിലുള്ള അധിക പേരെയും നീ അവരെ അനുസരിക്കുകയാണെങ്കിൽ യുദില്ലൂക അൻ സബീലില്ലാഹ്, അവർ താങ്കളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്നതാണ്. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം ആളുകൾ അവരുടെ കൂടെയാണ് സത്യം എന്നല്ല വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ കാണാം, വമാ അക്സറുൻ നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ, നബിയെ താങ്കൾ അതിയായി ആഗ്രഹിച്ചാലും ജനങ്ങളിൽ അധിക ആളുകളും എന്തല്ല, അവർ വിശ്വസിക്കുന്നവരല്ല എന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭൂരിപക്ഷം തെളിവായി പറയുന്നവരുണ്ട്, നിങ്ങൾ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ. ഈ പറയുന്ന ആളുകളൊക്കെ അവരൊക്കെ നരകത്തിലേക്കാണോ എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാത്തിലായ കാര്യങ്ങൾക്ക് തെളിവ് സ്ഥാപിക്കുന്നവരുണ്ട്. അതെന്താണ്? ഒരു ശുദ്ധമായ അസംബന്ധമാണ് എന്ന് മനസ്സിലാക്കുക. അഞ്ചാമത്തേതാണ് അത്തഖ്ലീദ്. അഞ്ചാമത്തെ വിഭാഗം ആളുകൾ അവരുടെ പ്രമാണം എന്താണ്? തഖ്ലീദാണ്. ഞങ്ങളുടെ ഉപ്പകാരണവന്മാർ അവരങ്ങനെയാണ് ചെയ്തത്, നമ്മുടെ നാട്ടിലുള്ള പഴയ ആളുകൾ അവരങ്ങനെയാണ്, അവരെ ഞങ്ങൾ അങ്ങനെയാണ് കണ്ടത്, അതാണ് അവരുടെ തെളിവ്. ഖുർആനും ആയത്തും ഹദീസൊക്കെ ഓതിയാൽ അവരെന്ത് പറയും? ഇതൊന്നും ഞങ്ങളുടെ ഉപ്പമാർക്ക് പരിചയമില്ല, ഞങ്ങളുടെ വെല്ലുപ്പമാർ ഇതൊന്നും കണ്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതെന്തല്ല, അതൊരിക്കലും ദീനിൽ ഒരു പ്രമാണമായി തെളിവായി പറയാൻ പറ്റുന്ന കാര്യമല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂൽ, അല്ലാഹുവിലേക്കും അല്ലാഹു അവതരിപ്പിച്ചതിലേക്കും റസൂലിലേക്കും നിങ്ങൾ വരൂ എന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും? ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅന, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാർ ഏതൊരു നിലപാടിലാണോ അവരുണ്ടായിരുന്നത് അത് തന്നെ ഞങ്ങൾക്ക് മതി എന്നവർ പറയുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് ഈ അഞ്ചും എന്താണ്? ബാത്തിലായ പ്രമാണങ്ങളാണ്, തെളിവുകളാണ്. നമ്മുടെ പ്രമാണം അത് ഖുർആനും സുന്നത്തുമാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇബ്നു അബീ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വദിൻ ബികിതാബില്ലാഹി വസ്സുനനില്ലതി അതത അൻ റസൂലില്ലാഹി തൻജു വതർബഹു. വദിൻ, നീ ദീനായി സ്വീകരിക്കുക, ബികിതാബില്ലാഹി വസ്സുനനില്ലതി, മുമ്പ് പറഞ്ഞ അതേ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഖുർആനും സുന്നത്തും അത് നീ ദീനായി സ്വീകരിക്കുക. എന്നിട്ട് ആ സുന്നത്തിനെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. എങ്ങനെയുള്ള സുന്നത്താണ്? അതത് അൻ റസൂലില്ലാഹ്, റസൂലിൽ നിന്ന് അവിടുന്ന് വന്നിരിക്കുന്ന സുന്നത്ത്. അങ്ങനെയാണെങ്കിൽ തൻജു വതർബഹു, നീ രക്ഷപ്പെടുന്നതാണ്, നിനക്ക് ലാഭം നേടാൻ കഴിയുന്നതാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നിലപാടുകൾ, വിശ്വാസങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ അതെല്ലാം ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ചതായിരിക്കണം. അതിനനുസരിച്ചായിരിക്കണം നാം ജീവിക്കേണ്ടത്. അതല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക, തോന്നിയതുപോലെ ജീവിക്കുക, തോന്നിയ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുക, എന്നിട്ട് ആ വിശ്വാസങ്ങൾക്ക് അതിന് തെളിവ് കണ്ടെത്തുക എന്നുള്ളത് എന്താണ്? അത് ശരിയായ വഴിയല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇസ്തദിൽ ഖബ്ല അൻ തഅതഖിദ്, നീ ഒരു കാര്യം വിശ്വസിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? അതിന്റെ തെളിവ് അന്വേഷിക്കണം. തെളിവ് അന്വേഷിച്ച് തെളിവ് പഠിച്ചിട്ടാണ് ആ കാര്യം വിശ്വസിക്കേണ്ടത്. അതല്ലാതെ വലാ തഅതഖിദ് സുമ്മ ഇസ്തദിൽ, ഒരു കാര്യം നീ വിശ്വസിച്ചു വെച്ചു എന്നിട്ട് അതിന് പിന്നീട് ഖുർആനിൽ തെളിവുണ്ടോ എന്ന് അന്വേഷിക്കുകയല്ല വേണ്ടത്. പലരും അങ്ങനെയാണ്, അവർ പണ്ടേ പഠിച്ച കാര്യങ്ങളുണ്ടാകും, അതൊരിക്കലും പിന്നീട് മാറ്റി പറയാൻ അവർ തയ്യാറാകുന്നില്ല. എന്നിട്ട് ഞാൻ പഠിച്ച കാര്യത്തിന് ഖുർആനിൽ തെളിവുണ്ടോ എന്ന് നോക്കും, എന്നിട്ടോ അതിന് തെളിവില്ലെങ്കിൽ അങ്ങനെയുള്ള അതിന് സാദൃശ്യം തോന്നിക്കുന്ന തെളിവുകൾ, ആയത്തുകളൊക്കെ എന്ത് ചെയ്യും? ദുർവ്യാഖ്യാനം ചെയ്യും. അവരുടെ ആശയത്തിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി തെളിവുകളെ ദുർവ്യാഖ്യാനം ചെയ്യും. അതുകൊണ്ട് നീ ആദ്യം തെളിവ് നോക്കുക, എന്നിട്ട് നീ വിശ്വസിക്കുക, അതാണ് ചെയ്യേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അപ്പോൾ വദിൻ ബികിതാബില്ലാഹി വസ്സുനനില്ലതി അതത അൻ റസൂലില്ലാഹി തൻജു വതർബഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തറക്തു ഫീകും ശൈഅൈനി, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ്, ലൻ തദില്ലു ബഅദഹുമ, അവ രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്താകുകയില്ല, എനിക്ക് ശേഷം നിങ്ങൾ വഴിപിഴക്കുകയില്ല. ഏതാണത്? കിതാബല്ലാഹി വസുന്നതി, അല്ലാഹുവിന്റെ കിതാബും എന്റെ സുന്നത്തുമാണത്. ഈ വരികളിൽ എന്തിനുള്ള തെളിവുണ്ട്? ഖുർആനും സുന്നത്തും, അത് രണ്ടും നാം മുറുകെ പിടിക്കണം. അപ്പോൾ ഖുർആനിന്റെ ആളുകളുണ്ട്, ഞങ്ങൾ ഖുർആൻ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർക്കുള്ള മറുപടി ഈ വരിയിൽ ഉണ്ട് എന്ന് ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അലാ വഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹു, എനിക്ക് ഖുർആനും അതുപോലെയുള്ള മറ്റൊന്നും നൽകപ്പെട്ടിട്ടുണ്ട്, അഥവാ ഖുർആനും സുന്നത്തും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് അവിടുന്ന് പറയുകയാണ്. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറയുകയാണ്, അവസാന കാലഘട്ടത്തിൽ ചില ആളുകൾ അവരെന്നെ കളവാക്കും, അവർ അവരുടെ ചാരികസാരയിലിരുന്ന് അവരെന്നെ കളവാക്കാറായിരിക്കുന്നു. എന്റെ ഹദീസിനെ കുറിച്ച് അവരോട് പറയപ്പെട്ടാൽ അവരെന്ത് പറയും? ബൈനനാ വബൈനകും കിതാബുല്ലാഹ്, നമുക്കിടയിൽ അള്ളാഹുവിന്റെ കിതാബുണ്ട്, ഖുർആനുണ്ട്. ഫമാ വജദ്നാ ഫീഹി മിൻ ഹലാലിൻ ഇസ്തഹലൽനാ, ആ ഖുർആനിൽ അള്ളാഹു എന്തൊക്കെ ഹലാലായി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ അത് നമുക്ക് എന്താക്കാം? ഹലാലായി അംഗീകരിക്കാം.
വമാ വജദ്നാ ഫീഹി മിൻ ഹറാമിൻ ഫഹറംനാ. ആ ഖുർആനിൽ അല്ലാഹു എന്തൊക്കെ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് നമുക്ക് ഹറാമാക്കാം എന്ന് പറയുന്ന ചില ആളുകൾ അവർ കടന്നു വരും. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, അലാ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, വ ഇന്നമാ ഹറമ റസൂലുള്ളാഹി മിസ്ല മാ ഹറമല്ലാഹ്. അല്ലാഹു ഹറാമാക്കിയതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി ഒരു കാര്യം ഹറാമാക്കുന്നതും. അതുകൊണ്ട് ഹലാലും ഹറാമും തീരുമാനിക്കുന്ന വിഷയത്തിൽ ഖുർആനും സുന്നത്തും അത് ഒരുപോലെയാണ്. ഖുർആനിൽ ഒരു കാര്യം ഹറാമാണ്, ഹദീസിൽ ഒരു കാര്യം ഹറാമാണെങ്കിൽ അത് അതിനേക്കാൾ ഗൗരവം കുറഞ്ഞത് എന്നൊന്നില്ല. മറിച്ച് ഹറാം ഹലാൽ തീരുമാനിക്കുന്നതിൽ, ദീനിന്റെ വിധികൾ തീരുമാനിക്കുന്ന വിഷയത്തിൽ ഖുർആനും സുന്നത്തും ഒരുപോലെയാണ്. പക്ഷേ ഖുർആനിന് എന്തുണ്ട്? സുന്നത്തിനേക്കാൾ ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. ഖുർആൻ പാരായണത്തിന് പ്രത്യേകം പ്രതിഫലങ്ങളുണ്ട്. അതെല്ലാം മറ്റു വിഷയങ്ങളാണ്. അതുകൊണ്ട് ഖുർആനും സുന്നത്തും അത് രണ്ടും മുറുകെ പിടിക്കണം. ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ആളുകൾക്ക് അവർക്കുള്ള മറുപടി ഷെയ്ഖ് റഹിമഹുല്ലാ ഈ വരിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിക്കുകയും നമ്മുടെ വിശ്വാസ കാര്യങ്ങളും നമ്മുടെ പ്രവർത്തന അമലുകളും അതെല്ലാം നാം നടക്കേണ്ടത് ഖുർആനിലേക്കും സുന്നത്തിലേക്കുമായിരിക്കണം. അത്തരത്തിലുള്ള ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.